ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആമസോണിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങൾ കാണാം കേട്ടോ. അതായത് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ്. ഞാൻ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ അടുത്ത് കുറേ ആയി എന്താ പറയുക യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ മല കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഐറ്റംസ് ആണല്ലോ. അപ്പോൾ സെറ്റായില്ലേ? ഇത് നമ്മൾ ആമസോൺ എടുത്ത മലയിരുന്ന് അതിന് കുറച്ച് നല്ല ലെങ്ത് വരുന്നത്, നല്ല നീട്ടത്തില്ലേ. പക്ഷെ ഞാൻ വീഡിയോ അത്രയും ചെറുതാക്കിയാക്കിയതുകൊണ്ട് ഇത് കാണുന്നതിന് ഞാൻ കുറച്ചിങ്ങനെ കയറ്റി വെക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ മേക്കപ്പ് ഐറ്റംസ് ആണ് മേടിച്ചതെന്ന് പറഞ്ഞു. സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ കുറേ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ കുറേ മുൻപ് മേടിച്ചതാണ്. അതിൻ്റെയൊക്കെ നമ്മൾ മേക്കപ്പ് സാധനമാണെങ്കിലും സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലത് നമുക്ക് 3 വർഷമൊക്കെ എക്സ്പയറി കാണാൻ വേണ്ടി പറ്റും. പക്ഷേ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും 1 ഇയറിനുള്ളിൽ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് കുറച്ച് പഴയതായപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പ്ലസ് 1-2 സ്കിൻ കെയർ ഐറ്റംസും, നമ്മളെ സ്ട്രോപ്പ് ക്രീം, അതേപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ കാജല്, അതേപോലെ എന്തൊക്കെയായിരുന്നു ഒരു ഷാമ്പൂ, പിന്നെന്താ ഫൗണ്ടേഷൻ, കൺസീലർ ഇല്ല കേട്ടോ, കോമ്പാക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് മാമോത്തിന്റെ റൈസ് വാട്ടർ ഡ്യൂയി ഫേസ് ടോണർ ആണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുൻപായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സ്കിന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതായത് നമുക്ക് ഭയങ്കര ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലോണം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈ ആയിരിക്കും, അതിൻ്റെ മേലെ ഓരോ ലെയർ ഇടുമ്പോൾ ലാസ്റ്റ് വൃത്തിയോടായിരിക്കും. ഞാനങ്ങനെ ലെയർ ചെയ്തൊന്നും മേക്കപ്പ് ഇടാറില്ല. എന്നാലും മേക്കപ്പ് ഇടുന്നതിന് മുന്നിട്ട് സ്കിന്ന് കുഞ്ഞ് മേക്കപ്പ് ആണെങ്കിലും ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്നതിന് മുന്നേറ്റ് നമുക്ക് എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതും അല്ലെങ്കിൽ നല്ല ടോണർ യൂസ് ചെയ്യണം. രണ്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു മാമോത്തിന്റെ ഡ്യൂയി ഫേസ് ടോണർ ആണ്. ഇതിൽ റൈസ് വാട്ടറും നയാസിനമൈഡും കേട്ടോ. കൂടുതൽ എന്താ പറയുക ഭയങ്കര കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് ഞാനത് എല്ലാം ജസ്റ്റ് എൻ്റെ സ്കിന്നിൽ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ പറത്തൊക്കെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കണ്ടോ, പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. നയാസിനമൈഡൊക്കെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ ഈവൻ സ്കിൻ ടോണൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു. അയ്യോ കാറ്റ്, ഒരുമാതിരി വെള്ള കളർ വരുമെന്നോ. പിന്നെ നമ്മളെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഫൗണ്ടേഷൻ. ഇതെന്താ ഇങ്ങനത്തെ കളറ്, മേലെ നിന്നും സൈഡിൽ നിന്നൊക്കെ വെളിച്ചം വന്നിട്ട്. അടുത്തതാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ കുഞ്ഞി ഫൗണ്ടേഷനില് ഇത് മെബലൈൻ ന്യൂയോർക്കിന്റെ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് 60 ഓർ ഓയിൽ കൺട്രോൾ പ്ലസ് SPF 22 വരുന്ന നമ്മളെ ഫൗണ്ടേഷൻ ആണ്. ഇത് 310 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതന്നെയാണ് ഞാൻ എടുക്കാറുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അത് വെച്ചാൽ ഈ കുപ്പിയിലുള്ള വലിയ ഫൗണ്ടേഷൻ കേട്ടോ, അല്ലെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം തന്നറിയില്ല. ഞാൻ യൂസ് ചെയ്ത ഫൗണ്ടേഷനിലേക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു പാക്കിങ് കാര്യങ്ങളും നല്ല എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ കളർ വരുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു സ്കിൻ ടോണർക്കൊക്കെ ഇത് മാച്ചായി പോകും കേട്ടോ. നല്ല ഫൗണ്ടേഷനാണ്. അത്യാവശ്യം ഭയങ്കര കവറേജ് ഒന്നും തന്നില്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യം മീഡിയം കവറേജൊക്കെ തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇതുണ്ടോ, ഞാൻ ഇപ്പോൾ ഓൾറെഡി നേരത്തെ കുറച്ച് ഇട്ടേ കൊണ്ട് അധികം ഇടുന്നില്ല. കണ്ടോ, നമുക്ക് ആ ഒരു ഫേസിന് ചെറുതായിട്ട് നമുക്ക് ആ ഒരു ഡാർക്ക് കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മളെ കളർ കൂട്ടാന്നല്ല കേട്ടോ ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്, സ്കിന്നൊന്നും കൂടി ഈവൻ ആക്കാന്നുള്ളതാണ്. അതൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് സ്കിന്നൊരു ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്കിഷ്ടപ്പെട്ടുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഷെയ്ഡുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞു നമ്മളിത് ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ആമസോണിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സെയിലിൻ്റെ സമയത്ത് മേടിക്കുകയാണ്. അപ്പോഴേ നമുക്ക് ഭയങ്കര ലാഭം കിട്ടുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ മേടിച്ചിട്ടുള്ളത് ഫേസസ് കാനഡൻ്റെ ഈ ഒരു വെയ്റ്റ്ലെസ് സ്റ്റേ മാറ്റ് കോമ്പാക്റ്റ് ആണ്. കൂടുതലായിട്ട് ഞാൻ പണ്ട് മുതലേ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഫൗണ്ടേഷനൊക്കെ നമ്മുടെ മാമോത്തിന് 200 കാലങ്ങളായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കുറച്ച് മാറ്റി പിടിക്കാൻ നോക്കിയതാണ്. ഇതാണ് നമ്മുടെ കോമ്പാക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു മേലിനകത്ത് കിട്ടുന്നില്ലല്ലോ. ഇത് ഇതിൻ്റെ മേലെ കളന്ന് കറികളൊക്കെയാണോ. ഇത് പറിച്ചെടുക്കാൻ കുറച്ച് പാട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇത് കുറച്ചും കൂടെ ഞാൻ ആക്ച്വലി ഇതപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നുള്ളൂ കേട്ടോ. നോക്കട്ടെ, കാണുമ്പോൾ കുറച്ച് ഈ ഒരു ഷെയ്ഡാണ് എൻ്റെ സ്കിന്നിന്. ഓക്കെ, കുറച്ച് ഡാർക്കായിട്ട് തോന്നി. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മളെ സ്കിന്നിനെക്കാട്ട് എപ്പോഴും ഒരു ഷെയ്ഡ് ഡാർക്കായാലും പ്രശ്നമില്ല. നമ്മൾ ഭയങ്കര ലൈറ്റർ ഷെയ്ഡിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര ഒരു കുട്ടി അടിച്ച് അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ സ്കിന്നും അടിച്ചാണ്ട് മേക്കപ്പ് ഇട്ടുന്ന ഭയങ്കരമായിട്ട് എടുത്താറില്ലേ, ആ ഒരു ഇതിലേക്ക് പോവുക. പക്ഷെ ഒരു ഡാർക്കായാലും വലിയൊരു ഇഷ്യൂ വരില്ല. നമ്മൾ കാണുമ്പോൾ ഡാർക്കാന്ന് തോന്നുകയാണെങ്കിലും ചിലപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡാർക്കുള്ളതായിരിക്കും.
മാച്ചായിട്ട് വരിക കേട്ടോ. അപ്പം കുറച്ച് മാത്രം അപ്ലൈ ചെയ്തത്. ഞാൻ കോമ്പാക്റ്റ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പുരിക ഈ എഴുതി വെക്കണ പുരിക കൊണ്ട് എന്തെങ്കിലും ഈ കോമ്പാക്ട് ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറേ കോമ്പാക്ട് ഉണ്ടായിരുന്നു മാമാസിൻ്റെ. അത് എത്ര ഉണ്ടായിരുന്നു അതിൻ്റെ അവരുടെ എല്ലാ ഷെയ്ഡും ഉണ്ട് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാവർക്കും വിതരണം ചെയ്തു കഴിഞ്ഞു. അപ്പോഴാണ് എന്ത് ചെയ്തു, ഞാൻ പിന്നെ മറന്നു പോയത്. പുരിക ഇടുന്നതിന് മുന്നേട്ട് പുരികത്തിൻ്റെ മേലേക്ക് കുറച്ച് അപ്ലൈ ചെയ്യണം. എന്നിട്ടാണ് വരച്ച് നോക്കുമ്പോൾ കുറച്ചത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചിലപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ അതെനിക്ക് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഒരു കോമ്പാക്റ്റ് ഒന്നുകൂടെ ഉണ്ടായിരുന്നു. അത് ഏട്ടൻ പെറുക്കി പോയതുകൊണ്ടാണ്. അല്ലാണ്ട് എല്ലാം ഞാൻ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒറ്റന്ന് വെച്ചിട്ട് ബാക്കി എല്ലാം കൊടുത്തു. അപ്പോൾ ഇവിടെ വേറെ ഇല്ല. ഏട്ടൻ പോയി കഴിഞ്ഞ് പൊറുക്കിക്കൊണ്ടുപോയപ്പോഴാണ് ഞാനിത് ഒന്ന് ഓർഡർ ചെയ്തത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഫേസസ് കാനഡയുടെ കോമ്പാക്ട് എന്ന് പറയുന്നത്. നേരത്തെ കണ്ട ആ ഒരു ഓയിലൊക്കെ ഇങ്ങോട്ട് പോയില്ലേ. പിന്നെ ഇതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. മാറ്റ് ഫിനിഷ് കിട്ടാനായിട്ട് നമുക്കിങ്ങനെ ഭയങ്കര ഓയിലി സ്കിൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, കുറച്ച് മാറ്റ് ലുക്ക് വേണമെന്നൊക്കെ ആണെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഒരു ഫേസ് കാനഡേൻ്റെ കൊള്ളാട്ടോ. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു സ്ട്രോപ്പ് ക്രീം മേടിച്ചു കേട്ടോ. ഇതുവരെ മേടിച്ചിട്ടില്ല. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂടെ. ഇത് ഫേസസ് കാനഡേൻ്റെ സ്ട്രോപ്പ് ക്രീം വിത്ത് ഷിയ ബട്ടർ, അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് ആണ് വരുന്നത്. സ്ട്രോപ്പ് യുവർ വേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. റോസ് ഗോൾഡ്. നമുക്ക് ചെറിയൊരു ഷൈനിങ് ഒക്കെ നമ്മളെ ഫേസിന് കിട്ടാനായിട്ട് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു മോയ്സ്ചറൈസറും കൂടെയാണ്. നമുക്ക് വേണമെങ്കിൽ മേക്കപ്പിന് ശേഷം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേറെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ ഇട്ടതും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു ഹൈലൈറ്റർ അത്രയും കിട്ടില്ല, ചെറിയൊരു ഞാൻ യൂസ് ചെയ്ത് നോക്കിയിരുന്നു, ചെറിയൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. കളർ ഇതുണ്ടോ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു തരാം. ഇത്രത്തോളം ഒന്ന് സൂം ആക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നല്ലൊരു സ്മെല്ലാട്ടോ. ഹായ് ഉണ്ടോ, ചെറിയൊരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വശവും ഇവിടെ കണ്ടോ നമുക്ക് ചെറിയൊരു മാറ്റം ഗ്ലോ ഫീൽ ചെയ്തില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭയങ്കരമായിട്ട് ഹൈലൈറ്റർ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അറിയാൻ പാടില്ല, പക്ഷെ ഒരു ഉള്ളിൽ നിന്നൊരു തിളക്കമൊക്കെ പോലെ തോന്നണമെന്നൊക്കെ ആണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ ചെറിയൊരു ഗ്ലോ ആയി കിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യും. കുറച്ചും കൂടെ നമ്മളെടുത്ത് അപ്ലൈ ആണെങ്കിൽ ഇത്രയോടെ വ്യത്യാസം ഉണ്ടാകും തോന്നുന്നു. അപ്പോൾ നല്ല വെളിച്ചം വന്നല്ലേ. അപ്പം ഇതാണ് നമ്മൾ അടുത്തായിട്ട് മേടിച്ചിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഇല്യൂമിനേഷൻ, അതുപോലെ തന്നെ ഗ്ലോ റേഡിയൻസ്, ഇൻസ്റ്റൻറ്റ് ഹൈഡ്രേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. നോ പാരബൻ, അതേപോലെ തന്നെ സിലിക്കൻ, ആൽക്കഹോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇതാണ് നമ്മളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് കണ്ടോ, ഇത് സെയിം ഈ ഷെയ്ഡ് തന്നെയാണ്. ഇത് വന്നിട്ട് ഷുഗറിൻ്റെ എന്താ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്, ബേജ് ടേർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. 15 ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത്. നിങ്ങൾക്ക് ഇതേപോലത്തെ ന്യൂഡ് കളേഴ്സ് ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ന്യൂഡ് കളറാണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ വേറെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഏതിൻ്റെ ഇതിപ്പം ഒരു പിങ്ക് കളർ മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ ഇത് എടുത്തതെന്ന്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. കണ്ട ഈ സെയിം കളർ നല്ല ലിപ്സ്റ്റിക്കാണ്. ജസ്റ്റ് നല്ല അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യില്ല, പക്ഷെ ഇപ്പോൾ ഇട്ട വെളപ്പം തുടച്ചാൽ കൊണ്ടാണ് കേട്ടോ. നമ്മളെ ക്രീമി മാറ്റ്, ക്രീമി അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് ഇത് തരുന്നത് കേട്ടോ. കണ്ടോ കറക്റ്റ് മാറ്റാണ്. കുറച്ചുകൂടെ ക്രീമി ആകുമ്പോൾ നമുക്ക് കംഫർട്ടായിരിക്കും. എനിക്ക് ക്രീമി ഇടാൻ ഇഷ്ടം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്രീം ആ ഒരു സംഭവമാണ്. പക്ഷേ നമുക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മാറ്റ് ഫിനിഷുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും നല്ലത്. ഇത് അങ്ങനത്തെ ആ ഒരു സൈഡിൽ വരുന്നതാണ്. നിങ്ങൾക്ക് മാറ്റ് ഫിനിഷൊക്കെ ഇഷ്ടമാണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നല്ല ലിപ്സ്റ്റിക്കാണ്. അതേപോലെ തന്നെ നല്ല ബ്രാൻഡാണ് ഷുഗറിൻ്റെ. ഇനി സൂം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സൂം ആക്കുമ്പോൾ ഭയങ്കര ഡാർക്കായി പോകുക കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഷുഗറിൻ്റെ ഈ ഒരു സെയിം റേഞ്ചിൽ വരുന്ന വേറെ അടുത്ത ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരായിരുന്നു ഷുഗർ ബ്രൗണിങ് ഗ്ലോറിയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇതിൻ്റെ കുറച്ചും കൂടെ ഈ ചെറിയൊരു വ്യത്യാസം കേട്ടോ, കുറച്ചുകൂടെ ഡാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ലിപ്സ്റ്റിക്. അപ്പോൾ ഞാൻ ആ സെയിം മേടിക്കണ്ടല്ലോ, കുറച്ചൊന്ന് മാറ്റി യൂസ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് ചെറിയൊരു കുഞ്ഞു മാറ്റമുള്ളൂ ഇത് മേടിച്ചത്. നല്ല ലിപ്സ്റ്റിക്കാണ്. പിന്നെ അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കാജലാണ്. ഇത് ഷുഗർ പോപ്പിൻ്റെ ആണ്. നല്ല എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല കാജലാണ്. ഞാനിപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ കുറച്ച് ടഫാണ്. ജസ്റ്റ് ഈ സൈഡിൽ കൂടെ മാത്രം ഒന്ന് വരയ്ക്കാം.
ഞാനൊരു ബ്ലൂ കാജൽ മേടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം. ഞാൻ എപ്പോഴും ഫേസസ് കാനഡേൻ്റെ കാജല മേടിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി മേടിച്ചതാണ്. അതേപോലെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ. കറക്റ്റാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കി എഴുതുന്നത് കൊണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാജൽ. ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. വീഡിയോ ഒരുപാട് സമയമായില്ല. ഞാൻ ജസ്റ്റിൻ്റെ 2-3 സാധനങ്ങളുള്ളൂ, അതും കൂടെ കാണിച്ചിട്ട്. ഈ സൈഡിലേക്കൊന്നും ആയിട്ടില്ല സാധനം. പിന്നെ അടുത്ത മേടിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ അതന്നെ ഈ ഒരു സ്റ്റിക്ക് ഫ്ലിക്സ് നമ്മുടെ കാജലുണ്ടല്ലോ. സ്റ്റിക്കി കാജലാണ് സംഭവം. അതായത് നമ്മളെ കാജൽ ഐലൈനർ പോലെ വരില്ലേ, ആ സംഭവമാണ്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പേര് പറഞ്ഞില്ല. ഐലൈനർ പെൻസിൽ. ഞാൻ എന്തൊക്കെയാണ് പറയണത്, ഇത് നമ്മുടെ ഐലൈനർ പെൻസിലാണ്. കയ്യിൽ വേർപ്പായിട്ടേ കിട്ടുന്നില്ല. ഇത് നല്ലതാ. നമുക്ക് എന്താ പറയുക, നമ്മുടെ സാധാ നോർമൽ അതുകൊണ്ട് കണ്ണെഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് നല്ല സംഭവം. നമ്മുടെ ഒരു പേനയും കൂടെ വരയ്ക്കില്ലേ, ആ ഒരു ഇതാണ് നമ്മൾ വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ അലമ്പോ തട്ടിപ്പോയതാണ്. ഇല്ലെങ്കിലൊന്നുമില്ല, നമുക്ക് പെർഫെക്റ്റ് എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് വാലിട്ട് ഇടാനൊക്കെ ഇത് പെർഫെക്റ്റ് ആട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ്. നമ്മുടെ ഐലൈനർ ആകുമ്പം അത് എഴുതുമ്പോൾ കുറച്ചും കൂടെ അത് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. ഇത് കുറച്ചും കൂടെ സ്റ്റഡിയാണ്. അതുകൊണ്ട് നമ്മളെ ഇന്നർ കോർണേഴ്സും അതേപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് വിങ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഐലൈനർ ലുക്ക് എഴുതാനായിട്ടാണെങ്കിൽ ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ടപ്പോൾ എൻ്റെ അനിയൻ അവന് ഈ ഒരു നമ്മുടെ മാമോത്തിൻ്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തേച്ചിട്ട് അവന് കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും എനിക്ക് മേടിച്ച് തരുമോ ചേച്ചി വെച്ചപ്പോൾ ഞാൻ അവനായിട്ട് ഓർഡർ ചെയ്താണ് കേട്ടോ. ഇത് നമ്മുടെ മാമോത്ത് ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു വിത്ത് ലെമൺ ആണ്, ജിഞ്ചറാണ് വരുന്നത്. ഇച്ചി ആൻഡ് ഫ്ലേക്കി സ്കാൽപ്പിനുള്ള സംഭവമാണ്. അപ്പം ഈ ഒരു ഷാമ്പുവും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഒനിയൻ ഷാമ്പു, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷാമ്പു ആണ്, നല്ലതാണ്. മാമോത്തിൻ്റെ ഇത് കുഞ്ഞിതാണ്, കുഞ്ഞി പാക്കില്ലേ, അധികം റേറ്റ് ഒന്നുമില്ല. വിത്ത് ഒനിയൻ ആൻഡ് പ്ലാൻ കരാട്ടിനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എന്താ പറയുക ഇത്തവണ ആ ഒരു ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.